അച്ഛൻ പഠിച്ചോ നല്ലോണം? പഠിക്കുമായിരുന്നേ, പക്ഷെ ഇതാ പ്രശ്നം ഉണ്ടായത്. ചിലപ്പോ തിരിഞ്ഞു പോയി. ഈ വാച്ചൊക്കെ കിട്ടിയാണുമ്പോ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാന്ന് പറഞ്ഞ് ഇവനെ ചിലപ്പോ ചേർക്കുമായിരിക്കും. ഷാജോൻ ചേട്ടനൊക്കെ ഇവിടെ കേട്ടോ പഠിച്ചേ. ഇവരൊക്കെ നിങ്ങളൊക്കെ ഒരു ബാച്ചായിരുന്നു? ഒന്നിച്ചാ പഠിച്ചു. അന്ന് കേറണ്ട ഇവിടെ നിന്ന്. സാർ ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ടോ? ഓ, ഏത് സബ്ജക്റ്റാ? അങ്ങനെയല്ലേ ഞാൻ ചോദിച്ചു. ഞാൻ ചോദിച്ചു സാറ് വരും എന്ന് പറഞ്ഞപ്പോ അവര് സത്യം പറഞ്ഞ എനിക്കിപ്പോ തോന്നുന്നു, എനിക്ക് കുശുമ്പ് വരുന്നത് അവരെന്നെ കഴിഞ്ഞ് കൂട്ടി ഇവരുടെ അടുത്താ. ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ കോളേജിൽ പോകുമ്പോൾ ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. ഞാൻ എന്താ +1 +2 കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ എല്ലാവരും നമ്മളെ അടുത്ത് ചോദിച്ചോണ്ടുന്ന കാര്യമാണ്. ഞാൻ +1 +2 കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് എടുക്കുന്നത്. അതും കുറെ പേരുടെ ഡൗട്ട് ആയിരുന്നു ഞാൻ ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നത്, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ട് എന്തിനു പോകാനാണ് പ്ലാൻ എന്നൊക്കെ. അപ്പം ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. എനിക്കതാ കുറച്ചുകൂടെ എന്താ നമ്മുടെ ഈ ഫീൽഡിന്റെ ഒക്കെ കൂടെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അതാന്ന് തോന്നി. നമുക്ക് വഴിയെ കണ്ടറിയാം എങ്ങനെ ഇരിക്കണമെന്ന്. അപ്പൊ എന്തായാലും ഞാൻ പോവാൻ പോവാ. അപ്പൊ ഇത് ഞങ്ങളുടെ തറവാടാട്ടോ. ഇവിടെ ഞങ്ങൾ അച്ഛനെയൊക്കെ കണ്ട് ഞങ്ങള് അങ്ങനെയെങ്കിലും അനുഗ്രഹമൊക്കെ കിട്ടുകയാണെങ്കിൽ കിട്ടി ഞാൻ നന്നായി പോട്ടെ. ഇവിടെ നിന്ന് പോയാണ് ആ കോളേജിൽ പഠിക്കുക. ആ കോളേജിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് ഈ വഴി കൂടെ ഇറങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ വഴി കൂടെ തന്നെയാ പോകുന്നത്. നന്നായി വരട്ടെ. ഞാൻ പരമ്പരാഗതമായി ഞങ്ങൾ ഈ വഴിയെ കൂടെ പോറ്. നീ നന്നായി വരട്ടെ. അതെ, മറ്റേ എന്നാ പറയുമ്പോ അച്ഛൻ പഠിച്ച കോളേജ് കേട്ടോ. ഞങ്ങള് മണർകാട് സെന്റ് മേരീസിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അച്ഛൻ പഠിച്ച കോളേജ്. ഞാൻ വേറെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവില്ല ആദ്യം ഏത് കോളേജിൽ പോകണം ഏത് കോളേജിൽ പോകണം. അപ്പൊ ഒക്കെ അച്ഛൻ ആദ്യം പറഞ്ഞ കോളേജാണ് നമുക്ക് സെന്റ് മേരീസിൽ പോവാം എന്ന്. പിന്നീട് മാറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടീച്ചർമാരും സാറുമാരും എല്ലാവരും, പിന്നെ നല്ലൊരു കോളേജും ഒരു പഴക്കമുള്ള കോളേജ്. പുറത്തുനിന്ന് നോക്കിയ വലിയ സംഭവം എന്താണ്, പക്ഷെ അകത്ത് കേറിയ ഒരു നൊസ്റ്റുവാണ്. ഇന്ന് ഇതിനെപ്പറ്റി കുറച്ചധികം കഥകൾ പറയാനുണ്ട്. വായോ നമുക്ക് അച്ഛനെ കണ്ടിട്ട്. അപ്പൊ ഇതാണ് നിന്റെ അച്ഛൻ. അച്ഛൻ ഹലോ പറ. ഹലോ ഹലോ. ആ ഹലോ 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 ഹലോ. അച്ഛനെ മുന്നേ കണ്ടിട്ടുണ്ട്. എപ്പോഴാന്നറിയോ? നമ്മുടെ കപ്പിലണ്ടി വറക്കുന്ന വീഡിയോ. അത് ഞാൻ വീഡിയോ ഇട്ടത് അച്ഛൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഉടുപ്പൊന്നും ഇല്ലാണ്ടൊരു വീഡിയോ. ഇപ്പൊ ഉണ്ടല്ലോ ഞാൻ കോളേജിൽ പോവാൻ പോവാ. നന്നായി. ഏത് കോളേജിലാ? അച്ഛൻ പഠിച്ച മണർകാട് കോളേജ്. അച്ഛനെ അവിടെ കൊണ്ട് വിട്ടത് ഓർക്കുന്നുണ്ടോ? ഉടുപ്പൊക്കെ അച്ഛന്റെ ഫ്രണ്ട്സ് ആട്ടോ. എന്നിട്ട് അതുകൊണ്ട് അതാണ് ഈ കുഴപ്പങ്ങൾ. ഗുണങ്ങളെല്ലാം ഉണ്ടായത്. എനിക്ക് കുഴപ്പമൊന്നും വന്നില്ല. നന്നായി. അല്ല അച്ഛൻ എന്തെങ്കിലും ഓർമ്മയുണ്ടോ അവിടെ കൊണ്ട് അച്ഛനെ വിട്ടതോ അങ്ങനെ എന്തെങ്കിലും? അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയതോ? അല്ല അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയതോ എന്നിട്ട് അവിടുന്ന് വിളിപ്പിച്ചതോ അങ്ങനത്തെ എന്തെങ്കിലും? അത് കുറച്ച് അലമ്പായിരുന്നു. രാഷ്ട്രീയക്കാര് നല്ലവരായിട്ട് നടക്കുള്ളൂ. പഠിത്തമൊക്കെ നന്നായി പഠിച്ചോ? രാഷ്ട്രീയമായിരുന്നോണ്ട് അവരുടെ ഫാമിലിക്ക് ഇങ്ങനെ പറഞ്ഞാ മതി. അച്ഛൻ പഠിച്ചോ നല്ലോണം? പഠിക്കുമായിരുന്നേ, പക്ഷെ ഇതാ പ്രശ്നം ഉണ്ടായത്. ചിലപ്പോ തിരിഞ്ഞു പോയി. പഠിക്കാൻ വിട്ടപ്പോ പഠിക്കുമായിരുന്നു. അതാ അച്ഛൻ മനസ്സിലായോ? പഠിക്കുമായിരുന്നു. വലിയ തരക്കേടില്ലാതെ പോയി, അത്രേ ഉള്ളൂ. പുറകെ പോവാൻ നോക്കി, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് വരാം. ഓക്കെ, ടാറ്റ ടാറ്റ കേട്ടോ. എന്റെ അച്ഛമ്മ എന്ത് ചെയ്യും? അതെ, അച്ഛമ്മ നമുക്ക് വന്നിട്ട് കാണാം കേട്ടോ. അവിടെ എന്താ അവർക്ക് തിരക്കുണ്ടെന്നാ ടീച്ചർമാർക്ക്. അതുകൊണ്ട് നമുക്ക് അവിടെ വരെ ഞാൻ പോയിട്ട് വരാവേ. ടാറ്റ. തല പറിക്കാൻ പോയതാ. എന്നൊന്നും പണി എന്താ. അപ്പൊ ഇതേ അമ്മയോട് പറഞ്ഞില്ലെന്ന് ആരും വിചാരിക്കരുത്. ഞാൻ അമ്മയോട് അരമണിക്കൂർ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അച്ഛന്റെ അടുത്തോട്ട് പോയത്. ഭാര്യ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്നു. അച്ഛന് പിന്നെ എനിക്ക് ഭാര്യയോ. എനിക്ക് അമ്മ മനസ്സ് തങ്ക മനസ്സ് എല്ലായി. അപ്പം പോയിട്ട് വരാൻ ഞാൻ. ഞാൻ അച്ഛനോടൊക്കെ പറഞ്ഞു. നീയും പോവാണ്. ഇവൻ ശരിവാ. ഈ വാച്ചൊക്കെ കിട്ടിയാണുമ്പോ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാന്ന് പറഞ്ഞ് ഇവനെ ചിലപ്പോ ചേർക്കുമായിരിക്കും. ഞാൻ പോയിട്ട് വരാവേ.
എനിക്ക് എഡ്യൂക്കേഷൻ വൈസ് നന്നായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണമെന്ന് എനിക്ക് 10 പഠിക്കുമ്പോഴേ ഉണ്ടായിരുന്നു. +2 കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് പോകും എന്നുള്ളത്. അപ്പോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഞാൻ കോളേജ് ജോയിൻ ചെയ്താലും എനിക്ക് കോളേജിൽ പോകണം, ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുള്ള സമയത്ത് പോകണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ പോകണമെന്ന് വെച്ചാൽ എനിക്ക് തുടക്കത്തിൽ നമുക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടല്ലോ. അങ്ങനെ എനിക്ക് കൂട്ടുകാരും ഇല്ലല്ലോ അവിടെ. അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് അറിയുന്ന കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ ആരും ഇല്ല. അപ്പം ഞാനും നമ്മുടെ ടോപ്പ് സിംഗറിലെ ആദിത്യൻ, ഇവനും ഞാനും സൂര്യൻ, കൗശിക്, ഞങ്ങൾ എല്ലാവരുമാണ് വളരെ ചെറുപ്പം തൊട്ടുള്ള ഒരു 5-6 വർഷമായിട്ട് ഞങ്ങള് വളരെ ചെറുതാവുമ്പോ തൊട്ടേ ഉള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ എല്ലാവരും. ഒത്തിരി കുഞ്ഞിലെ തൊട്ട്, തീരെ പൊടിയടിക്കുന്നത് തൊട്ട് ഞങ്ങൾക്കറിയാം. അതായത് ഞാൻ ടോപ്പ് സിംഗർ വരുന്ന സമയം, ഫസ്റ്റ് സീസൺ തൊട്ടേ കൂട്ടുകാരെ കൊണ്ടായി തുടങ്ങുന്ന ഒരു സമയം തൊട്ട് എന്റെ ആദ്യത്തെ കൂട്ടുകാർ ഇവരാണ്. അത് ഞങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും പോയിട്ടില്ല. അപ്പം ഞാൻ ഇവൻ ആദിത്യന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും 9th 1 വർഷം ബാക്ക് ഇരുന്ന ആളാണ്. ഞാൻ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ 9 പഠിക്കുമ്പോൾ ടോപ്പ് സിംഗറിന്റെ ഫിനാലെ ഒക്കെ വന്നേ. അപ്പം ഏതോ ഒരു സീസണിന്റെ അപ്പൊ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോഴേ നീ 10 എഴുതി പോയിട്ട് നിനക്കൊന്നും കിട്ടാനൊന്നുമില്ല, നീ 1 വർഷം കൂടെ 9ൽ ഇരുന്ന് നന്നായി പഠിച്ചിട്ട് പതുക്കെ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. എനിക്ക് ഇത്തിരി വികസിച്ചിട്ടില്ല ബുദ്ധി എന്ന് അച്ഛനൊരു തോന്നലുണ്ട്. അതുകൊണ്ട് ഞാൻ 1 വർഷം കൂടി ഇരുന്നു. അപ്പൊ ഞാൻ ആദ്യത്തിനോട് പറയാ, നീ 1 വർഷം കൂടി. അവൻ ശരി. അങ്ങനെ അവന് 9ൽ 1 വർഷം കൂടി ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി ആയപ്പോ ഇവൻ എന്തോ പണിക്ക് പോവാൻ നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് പറയാ, നമുക്ക് ഡിഗ്രിക്ക് കോളേജിൽ പോവാം, നമുക്ക് 2 ആക്കും കൂടി ഒന്നിച്ച് പോവാ. അന്നേരം ഓർത്തണം അവൻ കൊല്ലത്താ. ഞാൻ തമാശക്ക് പറഞ്ഞു, എടാ എന്റെ കൂടെ വരുവാടാ, എന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കാ പോകുന്നേ, അങ്ങനെ ഇങ്ങനെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും ഇവ എന്റെ അടുത്ത് പോയേക്കാം വരുവാ എന്ന് പറഞ്ഞു. ഞാൻ സത്യമായിട്ട് ഞാൻ വിചാരിച്ചു ചെക്കൻ ചുമ്മാ പറയുന്ന. പക്ഷെ അവൻ വന്നു എന്ന് വെച്ചാ എനിക്ക് അപ്പോഴാ മനസ്സിലായി ഞാൻ അങ്ങനെ വിളിച്ച വരാനായിട്ട് കുറച്ചു പേരുണ്ട് എന്നുള്ളത്. ഞാൻ വിളിച്ചപ്പോഴേ കൊല്ലത്തുനിന്ന് ആദ്യം ഇവന്റെ വീട്ടിൽ സമയിപ്പിക്കണല്ലോ. എന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ആദ്യത്തെ അമ്മയെ വിളിച്ചറിഞ്ഞു. ഞാൻ എന്തൊക്കെ ഉപദേശം ആന്റിക്ക് നൽകിയെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ഞാൻ വിളിച്ചിട്ട് ആന്റി അവൻ നന്നായി വരും, നല്ലതാ BA ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറെ സോപ്പിട്ട് അങ്ങനെ ആന്റിയൊക്കെ സെറ്റാക്കി. അവരെല്ലാരും കൂടി ഞങ്ങൾ കഴിഞ്ഞ ദിവസം കോളേജ് വന്ന് കണ്ട് മറ്റേ അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണല്ലോ നമ്മുടെ മാർക്ക് അനുസരിച്ച്. അപ്പൊ അതിനൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇന്ന് അവന് വരാൻ പറ്റിയില്ല, എന്തോ തിരക്കായിരുന്നു. ഇന്ന് അവൻ വരേണ്ടതായിരുന്നു അല്ലേ? അച്ഛൻ നേരത്തെ പറയാൻ മറന്നുപോയി എന്റെ അടുത്ത്. അതുകൊണ്ട് ഞാൻ അവനെ വിളിച്ചില്ലെന്നുള്ളതാണ് സത്യം. കണ്ടേനെ. നമുക്ക് അടുത്ത ദിവസം ഒരെണ്ണം കൂടെ എടുക്കാം. അപ്പം അവനും ഞാനും അങ്ങനെ ആദിത്യനും ഞാനും ഒരു കോളേജിലാ. എടുക്കണം ഒരു ദിവസം. സൂര്യന്റെ ആദിത്യന് അവർ രണ്ടുപേരും കൊല്ലത്താ. അവർ രണ്ടുപേരും വീട്ടിൽ പോണം നമുക്ക്. പിന്നെ വേറെ 2 കുട്ടികളും കൂടെ ഉണ്ട് കേട്ടോ. അവന്റെ കൂടെ അവന്റെ ഫ്രണ്ട്സ് 2 പേരുണ്ട്. അങ്ങനെ ഞങ്ങള് 4 പേര് ഫ്രണ്ട്സ്. അച്ഛാ അവരും BA ഇംഗ്ലീഷാ. ഇതാണ് ഞങ്ങളുടെ കോളേജ് അല്ലേ? എന്റെ കോളേജ്. സോറി, നമ്മുടെ കോളേജ്. എവിടെയായിരുന്നു അറിയോ? J41 J2B എന്നുള്ളത്. അതായത് പുള്ളി A ഡിവിഷനിലായിരുന്നു. ഷാജോൻ ചേട്ടനൊക്കെ ഇവിടെ കേട്ടോ പഠിച്ചേ. ഇവരൊക്കെ നിങ്ങളൊക്കെ ഒരു ബാച്ചായിരുന്നു, ഒന്നിച്ചാ പഠിച്ചത്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ സാർ കേട്ടോ. സാറിന്റെ പേര് സനീജ് എന്നാണ്. ഞാനും ആദ്യം കാണുക അല്ലേ? ഞാൻ സംസാരിച്ചിരുന്നു, പക്ഷെ ആദ്യം കാണും. അതെ, സാറിന്റെ വീട് ഇവിടെ തന്നെ. പാലാ? ഓ ഓ ശരി. താങ്ക് യു സാർ. കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലേ?
ഹിസ്റ്ററി ഇതിനപ്പുറത്തോട്ട് കെമിസ്ട്രി. ആ പണ്ട് ഇവിടെ എന്നായിരുന്നു? പണ്ട് ഞങ്ങളുടെ കാത്തായിരുന്നു. ഇതാണ് അച്ഛന്റെ എന്നായിരുന്നു? ഇത് കൊച്ചെ കൊമേഴ്സ്. ആ ഇത് ഇവിടെയായിരുന്നു ഷാജോൺ ഉണ്ടായിരുന്നത്. അതായത് അവൻ ഷാജി ജോൺ ആണ്, അതാണ് ഷാജോൺ. ഓക്കെ. എവിടെയാണ് പുള്ളിയുണ്ട്? അച്ഛൻ ഉണ്ടായിരുന്നത് ഇവിടെ. ഓ ബാ. കൊമേഴ്സ് ഒക്കെ മേളിലാണ്. ഞാൻ ഈ കോളേജിൽ എന്റെ പൊന്നെ ഒരു ബെഞ്ചും ഒരു സ്ഥലം എനിക്ക് വരുമായിരുന്നു. ഓ അപ്പൊ അച്ഛന് ഇതാണ് തുറക്കാൻ പോന്നെ. ആ ഓ ഇതാ അച്ഛൻ പഠിച്ച ക്ലാസ് റൂം. ചേട്ടന്റെ പേര് ബെസ്റ്റിൻ അല്ലേ? ഇതാ ബെസ്റ്റിൻ ചേട്ടൻ. ഓ എനിക്ക് ഏതാണ്ട് പോലെയാണല്ലോ വെച്ചാൽ ഇതിനകത്തൊരു അന്ന് കേറണ്ട ഇവിടെ നിന്ന് ഞങ്ങൾ പോയിട്ട് വരാം. പിന്നെ നമ്മുടെ കൃഷ്ണകുമാർ ടീച്ചർ മലയാളമായിരുന്നു. ആ ഇപ്പൊ നമുക്ക് മലയാളം ആരാ? ഓ നമ്മുടെ ടീച്ചറാണോ? ആ ആ അതാ ടീച്ചറിനോട് മലയാളത്തോ അതെ അതെ. നമുക്ക് എന്നാ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് കാണാം. ആ ബെസ്റ്റിന്റെ ഇവിടെ എത്ര നാളായി? നമുക്ക് ഇതൊക്കെയാണ് 4 ഇതൊക്കെയാണല്ലോ ഞാനെന്ന് പഠിച്ച പോലത്തെ രീതികളല്ല. ഇപ്പൊ എല്ലാ കോഴ്സുകളൊക്കെ മാറി. നമുക്ക് വിശദമായിട്ട് ഈ കോഴ്സ് നമുക്കിത് വിശദമായിട്ട് ഇത് കാണുന്നവർക്ക് കൂടി ഒരു ഉപകാരം ഉണ്ടാകും. മീൻസ് ഒരു പുതിയ ഒരു സ്റ്റുഡന്റിന് ഇവിടെ പഠിക്കാൻ വരുന്നതിനെ കുറിച്ച് അറിയാനായിട്ടും കൂടി നമുക്ക് ഇവിടുത്തെ കോഴ്സുകൾ എന്താണ്, ഇവിടുത്തെ ഫെസിലിറ്റികൾ എന്താണ്. പിന്നെ ഒരു കാര്യം ഉറപ്പിച്ച് നമുക്ക് പറയാം, നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഏതാണ്, പക്ഷെ അകത്ത് ഭയങ്കര സംഭവമാണ്. കാരണം ഓരോ ആൾക്കും ഒരു പ്രത്യേക അറ്റൻഷൻ ഉണ്ടാവും, ഓരോ കൊച്ചിനും പ്രത്യേകം ശ്രദ്ധിക്കും, ഓരോർക്കും അറിയാം എത്ര ആളാണ് പഠിക്കുന്നത്. ഈ പറഞ്ഞ പോലെ വലിയ സമരങ്ങളോ പരിപാടികളോ കാസർഗോഡൊക്കെ ഒന്നുമുള്ള അന്ന് ഈ സമരം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് 10 മിനിറ്റുള്ളിൽ ചീറ്റും കിട്ടും. സാറെല്ലാത്തിനും പിടിച്ച് അകത്ത് കിട്ടുന്ന ഈ വിശദീകരിക്കാൻ പറ്റും. ഏതാണ് 3-4 വർഷമായിട്ട് നമുക്ക് സമരത്തിന്റെ തോന്നുന്നു ഇല്ല. ഓ അടിയും ബഹളവും ആണോ? ഒരു സമരമൊക്കെ ഉണ്ടാവും, അടിയായിട്ട് വന്നു അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ഇവിടെ നമുക്കിപ്പോ വേണ്ട പോരെ. സെക്കൻഡ് ഇയർ നമുക്കിപ്പോ വേണം. അതാണോ ഫസ്റ്റ് ഇയർ? എന്നാ അതൊന്ന് കണ്ടാലോ. വാ പക്ഷെ കോളേജ് തീരുന്നതിന് വരെ അതൊക്കെ സംശയങ്ങളുള്ള പിന്നെയാ മനസ്സിലായതൊക്കെ. എന്റെ ക്ലാസ് റൂം അതോട്ടാ ഇവിടെയാ ചേച്ചി ഇപ്പൊ പഠിക്കാൻ പോന്നെ. ആ അത് ഒരു എനർജി അങ്ങ് പോയി. ഒരു ഉൾപ്പളകം. എനിക്ക് ഇവിടുത്തെ കോഴ്സിനെ പറ്റി ഒരു ഐഡിയ തരാമോ? ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. അതിൽ നമുക്ക് സബായിട്ട് വേറെ സബ്ജക്ട്സ് ഇല്ലേ? BA ഇംഗ്ലീഷിന് നമുക്ക് സ്പെഷ്യലൈസേഷൻ ഉള്ളത് കൾച്ചറൽ സ്റ്റഡീസും മീഡിയ സ്റ്റഡീസും ആണ്. അങ്ങനെ 2 സ്പെഷ്യലൈസേഷൻ ആണ് ഇവിടെ ഇംഗ്ലീഷിനുള്ളത്. നമുക്ക് BA ഇംഗ്ലീഷ് കൂടാതെ നമ്മുടെ സയൻസില് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, സുവോളജി ഉണ്ട്. പിന്നെ അത് ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രോണിക്സും സ്പേസ് സയൻസും ആണ് സ്പെഷ്യലൈസേഷൻ. ഇംഗ്ലീഷിന്റെ സ്പെഷ്യലൈസേഷൻ ഞാൻ പറഞ്ഞു. സുവോളജിക്ക് സ്പെഷ്യലൈസേഷൻ ഇല്ല. ദെൻ കൂടാതെ നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്. ഇംഗ്ലീഷ് PG ഡിപ്പാർട്ട്മെന്റ് ആണ്, ഹിസ്റ്ററി PG ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇംഗ്ലീഷിലാണെങ്കിൽ സ്പെഷ്യലൈസേഷൻ കൾച്ചറൽ സ്റ്റഡീസും മീഡിയ സ്റ്റഡീസും ആണ്. നമ്മുടെ ഹിസ്റ്ററിക്ക് ആണെങ്കിൽ സ്പെഷ്യലൈസേഷൻ ആർക്കിയോളജി ആൻഡ് മ്യൂസിയോളജി ആണ്. റയർ കോഴ്സ് ആണ്. അതുകൂടാതെ കൊമേഴ്സ് ഉണ്ട്. കൊമേഴ്സിന് ഫിനാൻസ് ആൻഡ് ടാക്സേഷനും അതുപോലെ തന്നെ കോർപ്പറേഷനുമാണ് സ്പെഷ്യലൈസേഷൻ. ഓക്കെ. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ ഈ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടും എടുക്കത്തില്ല? ഇംഗ്ലീഷിന്റെ കൂടെ തന്നെ മലയാളം ചൂസ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ചൂസ് ചെയ്യാം. നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് പണ്ടത്തെ അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ വേറെ ഏതൊക്കെ സബ്ജക്ട്സ് ആയിരിക്കും നമുക്ക് പഠിക്കേണ്ടി വരാ BA ഇംഗ്ലീഷ്? ഇതിപ്പോ നമ്മുടെ ഇപ്പൊ ഈ 4 ഇയർ UG പ്രോഗ്രാം അനുസരിച്ച് നമുക്ക് മൈനർ ആയിട്ട് നമുക്ക് മറ്റു സബ്ജക്ട്സ് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇംഗ്ലീഷിന് ചേരുന്ന മീനാക്ഷിക്ക് ഈ പറയുന്ന ഹിസ്റ്ററിയോ കെമിസ്ട്രിയോ സുവോളജിയോ ഏതെങ്കിലും വിഷയങ്ങൾ നമുക്ക് നമ്മുടെ കോളേജില് 12ഓളം വിഷയങ്ങൾ മൈനർ ആയിട്ടുണ്ട്. അതിന്റെ അകത്ത് any 2 മൈനർ മീനാക്ഷിക്ക് ചൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അത് ഏത് വേണം എടുക്കാം? മീനാക്ഷിയുടെ സെലക്ഷൻ ആണ്. ഓക്കെ ഓക്കെ. അത് നമ്മൾ ഇപ്പൊ സെലക്ട് ചെയ്യണോ അതോ ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ടാണോ? ക്ലാസ് തുടങ്ങിയതിന് ശേഷം മതി. ഏതൊക്കെ സബ്ജക്ട് ആയിരിക്കും നമുക്കുള്ളത് സാറേ? നമുക്ക് സ്പെഷ്യലൈസേഷൻസ് ഉള്ളത് ഹിസ്റ്ററി ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, പിന്നെ
സുവോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, അങ്ങനെ നമുക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്, അങ്ങനെ നമുക്ക് 12ഓളം സ്പെഷ്യലൈസേഷൻ. ഇതിൽ ഏതെങ്കിലും 2 നമ്മള് മലയാളം ഉണ്ട്, ഹിന്ദി ഉണ്ട്, ഒക്കെ നമുക്ക് മൈനർ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. മൈനർ ആയിട്ട് 12ഓളം മൈനർ ഉണ്ട് നമുക്ക്. ശരി, അപ്പൊ ഇതിന്റെ കൂടെ ഇംഗ്ലീഷ് എടുക്കുന്ന മെയിൻ ആയിട്ട് എടുക്കുന്നതിന്റെ കൂടെ 2 നമ്മൾ മൈനർ ആയിട്ട് എടുക്കണം. ആർക്കെങ്കിലും എന്താ ഇങ്ങനെ കോഴ്സുകളെ പറ്റി അറിയണമെന്നുണ്ട്, ഞാനൊക്കെ കുറെ നോക്കിയിട്ടുണ്ട് ഗൂഗിളിൽ ഇരുന്ന് 12th കഴിഞ്ഞ സമയത്ത് ഏത് എടുക്കണം എന്നുള്ളത്. അപ്പൊ അതുപോലെ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ നമുക്ക് ഇന്ന കോഴ്സുകളൊക്കെയാണ് ഉള്ളത് അല്ലേ? അതുതന്നെ നമുക്കിപ്പോ ഇംഗ്ലീഷിൽ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ നമുക്ക് 3 റാങ്ക് ഉണ്ട്, ഹിസ്റ്ററിയിലും ഉണ്ട് 4ഓളം റാങ്ക് ഉണ്ട് ആദ്യത്തെ 10ല്. അങ്ങനെ നമുക്ക് റാങ്കുകൾ, ഫിസിക്സിന് റാങ്ക് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്, നമുക്ക് റാങ്കുകൾ എക്സാമിനേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ സാർ, ഇവിടെ നമുക്ക് ഹോസ്റ്റൽ സർവീസും ഒക്കെ ഉണ്ടല്ലേ? ഹോസ്റ്റൽ ഫെസിലിറ്റി നമ്മുടെ ക്യാമ്പസിന്റെ അകത്ത് തന്നെ ലേഡീസിന് ഹോസ്റ്റൽ സൗകര്യം ഉണ്ട്, ജെന്റ്സിന് അക്കോമഡേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കോളേജിൽ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ കോളേജിൽ ഈ പറയുന്ന നമ്മുടെ കോളേജില് ഈ സൗജന്യമായിട്ട് PSC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് PSC കോച്ചിങ് ഉണ്ട്. നമ്മുടെ കോളേജിൽ ഇപ്പൊ വർഷങ്ങളായിട്ട് 5-6 കൊല്ലമായിട്ട് നടന്നു വരുന്നതാണ്. നമ്മുടെ കോളേജിൽ പഠിച്ച ഡിഗ്രി പഠിച്ച പഠനത്തോടൊപ്പം PSC ക്ലാസ് യൂട്ടിലൈസ് ചെയ്തതിനു ശേഷം ഡിഗ്രി പാസ് ഔട്ട് ആകുന്ന ഉടനെ തന്നെ ഗവൺമെന്റ് സർവീസിൽ പ്രവേശിക്കുന്ന കുട്ടികളുണ്ട്. കൂടാതെ നമ്മൾ IELTS, ഒത്തിരി കുട്ടികൾ എബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ് പോകുന്നുണ്ട്. ഇവിടെ IELTS നമുക്ക് എബ്രോഡ് തന്നെ UK-ൽ തന്നെ PhD എടുത്ത ടീച്ചേഴ്സ് നേതൃത്വം നൽകുന്ന IELTS ക്ലാസ്സുകൾ നമ്മുടെ കോളേജിൽ തന്നെ ഫ്രീ ആയിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാം ജോയിൻ ചെയ്യാവുന്ന തരത്തിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇറങ്ങട്ടെ ഞങ്ങളെന്നാ. താങ്ക് യു. സാർ ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ടോ? ഏത് സബ്ജക്റ്റാ? അങ്ങനല്ലേ ഞാൻ ചോദിച്ചു. ഞാൻ ചോദിച്ചു സാറ് വരും എന്ന് പറഞ്ഞപ്പോ. ശരി ശരി. ഏത് സബ്ജക്റ്റാ? ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് എന്നതാ? സാറിനെ കണ്ടിട്ടോ? അങ്ങനൊന്നുമില്ല. ഇവരുടെ കോൺസ്റ്റന്റ് ട്രോളിന്റെ ടീമാണ്. ആണോ? സാർ ഹിസ്റ്ററിയോ? അതെ അതെ. എനിക്ക് വെച്ച് നമ്മുടെ കോളേജിലെ പുന്നങ്കുര്യൻ സാർ എന്ന് പറഞ്ഞ സാർ കഴിഞ്ഞ വർഷം റിട്ടയർ ആയത്. പുള്ളി എന്റെ നേരത്തെ പ്രിൻസിപ്പൾ. ഞാൻ പഠിക്കുമ്പോഴും ഉണ്ട്, പക്ഷെ ആള് ഭയങ്കര ഫേമസാ, ഓൾ വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ലാബിലൊക്കെ ഓരോ ജീവികളെയും പുതിയ വസ്തുക്കളെയൊക്കെ കണ്ടെത്തുകയൊക്കെ ചെയ്യുകയും ഓരോന്ന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാറാണ്. പുന്നൻകുരി എന്നാ സാറിന്റെ പേര്. ഇപ്പൊ നമ്മള് 4 മണിക്കാറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല, അതിലൊക്കെ അവിടെ അതൊക്കെ തുടങ്ങിയിലേക്ക് സാറിന് പങ്കുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സംഭവമായിരുന്നു ഈ. അപ്പൊ ഞാൻ നമ്മുടെ കോളേജിനെ പറയുമ്പോ ആ സാറിനെയും കൂടി പറയേണ്ടി വരും, കാരണം അത്രയും ഫേമസ് ആയ ഒരാളാ. ഒരു സൈസ് സാറിന്റെ ദേഹത്തിലാന്ന് തോന്നുന്നു ഒരു സൈസ് പുതിയ ഈ മണ്ണിനടിയിലുള്ള ഒരു സൈസ് ജീവിക്കുന്ന ഒരു സൈസ് കുഞ്ഞ് മീനെ കണ്ടുപിടിച്ചത് അതൊക്കെ വലിയ വാർത്തയായിരുന്നു. അപ്പൊ അങ്ങനെ പല സാധനം കേട്ടു ഞാൻ. ഈ എപ്പോഴും എലികളിലുള്ള പരീക്ഷണം അല്ലെങ്കിൽ ഇത് കണ്ടു, അപ്പൊ നമ്മൾ അയ്യോ സാറ് എന്തൊക്കെ സംഭവങ്ങൾ അവിടെ നടക്കുന്നത്. നമ്മള് ആദിത്യന് അവരെയൊക്കെ വെച്ച ഒരു വീഡിയോ കൂടെ ചെയ്യണം കേട്ടോ, ഉറപ്പായിട്ടും. അല്ലെ അവന്മാരെ കൂട്ടിക്കൊണ്ടുവരാത്ത മോശ കേട്ടോ. അതും ശരിയാണ്. ശരിയാണ്. നമുക്ക് ആരെ വെച്ചൊരു വീഡിയോ ചെയ്യണം. അവര് സത്യം പറഞ്ഞ എനിക്കിപ്പോ തോന്നുന്നു, എനിക്ക് കുശുമ്പ് വരുന്നത്. അവരെന്നെ കഴിഞ്ഞും കൂട്ടി ഇവരുടെ അടുത്താ. അവരേത് നേരം അച്ഛൻ്റെ അമ്മയുടെയും പറയാൻ നടക്കുന്നതാണ്. എല്ലാം ഉണ്ടോ മറ്റേ താറാവ് നടക്കുന്നുണ്ട്. അതില് ജിക്കുവാണ് മെയിൻ. അവൻ എപ്പോഴും പറയും നമുക്ക് എന്നിട്ട് ഒരു വീഡിയോ ചെയ്യണം, അങ്ങനെ ഇങ്ങനെ കൗശിക് അങ്ങനെ എനിക്ക് വരുന്നില്ല. അവനെ ജിക്കു എന്നാട്ടോ വിളിക്കുന്നത്. അച്ഛൻ അവനെ കുസു എന്നാ വിളിക്കുന്നത്. നമുക്ക് കുസുവിനൊക്കെ വെച്ചൊരു വീഡിയോ ചെയ്യണേ, രസമായിരിക്കും. നമ്മൾ ഓരോ രീതിയായിട്ടേ ഇവരൊക്കെ വീട് വഴി നമ്മൾ പോയി ഒരു വീഡിയോ ചെയ്യുന്ന പരിപാടി. അതെ, അപ്പൊ നമുക്ക് ഇവരൊക്കെ തനിനിറ അറിയാം. അതെ, അയ്യോ നമുക്ക് നല്ലോണം അറിയാം, നിങ്ങൾക്ക് അറിയാം, നമുക്ക് നല്ലോണം തനിനിറ അറിയാം. പറയാതെ ചെല്ലുവാ. അപ്പൊ അവര് ഇത് എന്നെ പരിപാടി കളിക്കുന്നത് ഭർത്താവ് ഇങ്ങോട്ട് പറയാണ്ടിരിക്കും. അതെ, അപ്പൊ അത് കഴിഞ്ഞ് പോരാന്നേരം അവരുടെ അച്ഛനും അമ്മയും നമ്മുടെ ആവേശത്തിലെ അയ്യോ അവന്മാരെയൊക്കെ ഒരു ദിവസം നമുക്ക് വിളിച്ച് ഇതെന്നാ പറയാ, എല്ലാരും പല സൈഡിൽ കിടക്കുന്ന ആൾക്കാരാ. ഒരുത്തം കോഴിക്കോട്, വേറെ 2 കൊല്ലത്ത്, അങ്ങനെ ദൂരെ നമുക്ക് അടുത്ത് എത്താൻ പറ്റുന്നവരെയൊക്കെ പോണം. എന്നിട്ട് അല്ല ഇവരെല്ലാരും ഒരു ദിവസം നമ്മുടെ വീട് പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇവര് മാത്രല്ല എല്ലാരുമായിട്ട് അത് ഞാൻ പറഞ്ഞോണ്ട് നമുക്കിപ്പോ ഈ ആദിത്യന്റെ വീട്ടിലൊക്കെ നമുക്ക് പോകാൻ പറ്റും. എന്നിട്ട് അവർ അവിടെ കടത്തിയിലൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് അവരുടെ അമ്മ ഇത് മീനച്ചാർ ഇടുന്ന് കാണിക്കും. നമുക്കത്
സ്പെഷ്യൽ ഐറ്റം ആണ് ആന്റിയുടെ മീനച്ചാറ്. നമുക്ക് അതൊക്കെ കഴിക്കാം. അപ്പൊ അതൊരു കണ്ടന്റ് ആവും, മനസ്സിലായി. ഞാനും ഒരിടയ്ക്ക് മൊത്തം ചോറിനോണ്ടിരുന്ന എന്ന് ഈ അച്ചാറ് ഞാൻ മറ്റേ തോരൻ തിന്നുന്നവരെ തിന്നു. അത് നല്ല ടേസ്റ്റ് ആന്റി. എനിക്ക് പക്ഷെ വേറെ ഇവിടുത്തെ മീനച്ചാറ് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ആന്റിയുടെ മീനച്ചാറ് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു വിടുകയും ചെയ്യും. ഇവന്റെ കൊടുത്തു വിടും. എന്നിട്ട് ഇവനത് എവിടെയും കളഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് കിളിച്ചോണ്ട് നിൽക്കും. ഞാൻ ആദ്യം അത് കളഞ്ഞുപോയി എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് മീനച്ചാറ്. അപ്പൊ എന്തായാലും നമുക്ക് ഇവരെയൊക്കെ കൂട്ടി ഒരു വീഡിയോ ചെയ്യണം. ഞാൻ എന്തെങ്കിലുമൊക്കെ കുഴപ്പം കാണിച്ചിട്ട് നിന്നാലും എന്റെ എല്ലാ കളത്തരത്തിനും എന്റെ എല്ലാ കുരുത്തക്കേട്ടിനും കൂട്ടു നിൽക്കുന്ന കുറച്ച് പേരാണ് കേട്ടോ ഇവർ. അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും പറയുമ്പോഴൊക്കെ ഭയങ്കര കാര്യമായി നിങ്ങളെ കുറച്ചു പേരെ. അവന്റെ മുഖത്തോട്ട് വെള്ളം വീഴാതെ വെക്കണേ. വെള്ളമല്ല ഈസി. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലേ? അങ്ങനെയും പറയാം. എന്താ ഇനിയുണ്ടോ? പക്ഷെ എനിക്ക് മുഴുവൻ പറയാൻ പറ്റില്ല കൊച്ചി. എന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഉതുപ്പ്, അപ്പുക്കുട്ടൻ, സിജോ, പിന്നെ വേറൊരു കാര്യമുണ്ട്. ഒരു പെൺപട എനിക്ക് വലിയ ആൾക്കാരുണ്ടായിരുന്നു. തനു, സുനു, തനുജ, നല്ല ചേച്ചിമാരും ചേട്ടന്മാരും. എല്ലാരും നല്ലതല്ല. തനുജ, സുനു, അവരല്ലേ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുതരുന്നത്? സ്വപ്ന, അതെ അതെ, നല്ല ആൾക്കാര് അവരൊക്കെ നന്നായി. അച്ഛൻ്റെ ആ ഫ്രണ്ട്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാരും നല്ല നല്ല ആൾക്കാരാ കേട്ടോ. അപ്പൊ ശരി. ഏറ്റവും കൂടുതൽ സമ്മാനം കൊണ്ടിരുന്നത് ഇവരാ. എന്റെ പ്രീ ഡിഗ്രി അവരാ. അതായത് കുറെ പേര് പുറത്തൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് വരുമ്പോ ഒരു ലിസ്റ്റ് കൊടുത്തുവിടും, ചേട്ടാ ഇന്ന സാധനങ്ങളൊക്കെ വേണം. എന്നിട്ട് അവര് വരുമ്പോ എനിക്ക് അതെല്ലാം വാങ്ങിക്കൊണ്ടു തരും. അതുകൊണ്ട് എനിക്ക് അവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ദിവസം